This video is sponsored by കാലടി ആദിശങ്കരമഠം തെലുങ്കാനയിലേക്ക് സ്വാഗതം. കാലടി ആദിശങ്കരമഠത്തിലെ നിലവിലെ 6 പശുക്കളുണ്ട്. ഇതിലെ 3 പശുക്കൾ പുങ്കന്നൂർ എന്ന് പറയുന്ന വിശേഷപ്പെട്ട ബ്രീഡാണ്. നിങ്ങൾ കണ്ടു കാണും, അറിഞ്ഞു കാണും. ചെറിയ പശുക്കളാണ്. അത് 3 അടി മാത്രമാണ് അതിൻ്റെ ഉയരം. ഏറ്റവും വലുതായാൽ അങ്ങനത്തെ പശുവാണ് പുങ്കന്നൂർ പശു. ഈ ഇടയ്ക്ക് 3 പേര് ഈ പശുവിനെ മഠത്തിലേക്ക് ദാനം ചെയ്തു. ഈ പശുക്കൾ ഇവിടെയുണ്ട്. അപ്പോൾ അതിന് മുമ്പേ 3 പശുക്കളുണ്ട്. അത് സാധാരണ ഇവിടുത്തെ പശുക്കൾ. അപ്പോൾ അങ്ങനെ 6 പശുക്കൾ അന്തേവാസികളായിട്ട് മഠത്തിലുണ്ട്. ഇവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഗൃഹപ്രവേശം. നമ്മൾ വീടുണ്ടാക്കുന്നത് പശുക്കളും മനുഷ്യനുമായിട്ടുള്ള ബന്ധം വളരെ പ്രാധാന്യമാണ്. എല്ലാ മൃഗങ്ങൾക്കും ഭൂമിയുടെ സ്പന്ദനം അറിയാനുള്ള കഴിവുണ്ടത്രേ. ഇപ്പോൾ എർത്തേക്ക്, സുനാമി ഒക്കെ വരുന്ന സമയത്ത് കെട്ടിട്ട മൃഗങ്ങൾ മാത്രമേ ചത്തുപോളൂ എന്നാ പറയുക. അല്ലാത്തൊക്കെ അതിന് മുമ്പേ അവിടുന്ന് രക്ഷപ്പെട്ടു പോകും. അത് മുൻകൂട്ടി തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ദൈവം എല്ലാ മൃഗങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. ആ ഒരു കഴിവ് ഏറ്റവും കൂടുതലുള്ളത് പശുക്കൾക്കാണത്രേ. അതുകൊണ്ടാണ് പശുക്കൾക്ക് വളരെ പ്രത്യേകത. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ പശുക്കൾ മേഞ്ഞ് നടക്കുന്ന സ്ഥലത്ത് മാത്രമാണ് വീട് വെക്കാൻ പറ്റൂ എന്നാണ്, വീട് വെക്കാവൂ എന്നാണ് പണ്ട് കാലത്ത് പറയുക. വീട് പണി തുടങ്ങുമ്പോൾ കുറ്റിയടിക്കുക എന്ന് പറയും. കുറ്റിയടിക്കുന്നതിന് മുന്നേ തൊഴുത്തിന് സ്ഥാനം കണ്ട് തൊഴുത്ത് നിർമ്മിച്ചതിന് ശേഷമാണ് വീട് പണി തുടങ്ങുന്നത് തന്നെ. അത് കഴിഞ്ഞ് ഗൃഹപ്രവേശത്തിൻ്റെ അന്ന് അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും മറ്റു ദോഷങ്ങളുണ്ടെങ്കിൽ സ്ഥലദോഷ പരിഹാരമായിട്ട് അന്നത്തെ ദിവസം വീണ്ടും പശുക്കളെ വീടിനകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു. പിന്നെ മാറി, മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥ മാറി, ഫ്ലാറ്റിലേക്ക് മാറി, ആകാശത്തേക്ക് താമസം മാറ്റിയപ്പോൾ ഇതൊന്നും സാധ്യമല്ലാതെ ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ പുങ്കന്നൂർ പശുക്കൾ ഇതിനെല്ലാം വളരെ അനുയോജ്യമായിട്ടുള്ളതാണ്. വളരെ ചെറുതാണ്, വളരെ മനുഷ്യനോട് ഇണങ്ങുന്ന പശുക്കളാണ്. അത് ഒന്നും ചെയ്യില്ല, വളരെ ശാന്തമായിട്ടുള്ള പശുക്കളാണ്. എവിടേക്ക് വേണി അതിനെ കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗൃഹപ്രവേശം പോലുള്ള ചടങ്ങുകളുണ്ടെങ്കിൽ മഠത്തിനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ പശുക്കളെ നിങ്ങളുടെ സ്ഥലത്തേക്ക് എവിടെയാവട്ടെ അവിടേക്ക് നമ്മൾ എത്തിക്കാവുന്നതാണ്. അതിനുള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫ്ലാറ്റിലായാലും ഫ്ലാറ്റിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ സാധിക്കും. ചെറിയൊരു പശുവാണിത്. അതിനെ കൊണ്ടുവന്ന് നമ്മുടെ ആചാരങ്ങൾ മുറുകെ പിടിക്കാനും നമുക്ക് അതുകൊണ്ടുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാവാനും സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഗൃഹപ്രവേശം, നിങ്ങളുടെ വീടും ഐശ്വര്യപൂർണ്ണമായിരിക്കാൻ വേണ്ടി പാലടി ആദിശങ്കരമഠം നിങ്ങളോട് എപ്പോഴും ഒപ്പമുണ്ടായിരിക്കും. നിങ്ങൾക്ക് 8350903080 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ താഴെ കാണുന്ന ലിങ്ക് വഴി ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. എല്ലാവരും നന്നായിരിക്കട്ടെ. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. This video is sponsored by